മറ്റൊരു വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വീണ്ടും മുരാരി ബാബു ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുകയാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇഡിക്ക് മുന്നിലാണ് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവാണ് ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. ദ്വാരപാലക കട്ടിളപ്പാളി കേസിലാണ് ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. മുരാരി ബാബുവിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് നീക്കം. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു. രഞ്ജിൽ, മുരാരി ബാബു വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് ഇഡി നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ ഇഡി നടത്തിയ പരിശോധനയിൽ മുരാരി ബാബുവിന്റെ അടക്കമുള്ള പ്രതികളുടെ, അതായത് എ പത്മകുമാർ, മുരാരി ബാബു, അതുപോലെ തന്നെ എൻ വാസു തുടങ്ങിയ പ്രതികളുടെയും മറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ടവരുടെയും വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത ഈ രേഖകളുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളോട് നേരിട്ട് വിവരം തേടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹാജരാകാനായിരുന്നു ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി വരാൻ സാധിക്കില്ല എന്ന് മുരാരി ബാബു അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് വരാമെന്ന് അറിയിച്ചത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് മുരാരി ബാബു ഇഡിയുടെ ഓഫീസിൽ ഹാജരായത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് കട്ടിളപ്പാളി ദ്വാരപാലക കേസിലാണ് ഇപ്പോൾ മുരാരി ബാബുവിനെ ഇഡി ചോദ്യം ചെയ്തത്. നമുക്കറിയാം, നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായി ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന വ്യക്തി മുരാരി ബാബു ആയിരുന്നു. അതായത് സ്വാഭാവിക ജാമ്യം എന്നോളം 90 ദിവസത്തിന് ശേഷം പുറത്തിറങ്ങിയ വ്യക്തി മുരാരി ബാബു ആയിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ SITയുടെ പരിശോധന അല്ലെങ്കിൽ SITയുടെ അന്വേഷണം ഒരു വഴിക്ക് നീങ്ങുമ്പോഴും ഇഡിയുടെ അന്വേഷണം മറ്റൊരു വഴിക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഇഡി നേരത്തെ തന്നെ SITയുടെ പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകളല്ലാതെ മറ്റു ആളുകളിലേക്കും ഇത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് SITയുടെ പ്രതിപട്ടികയിലുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇഡി നീക്കം നടത്തുന്നു എന്നുള്ള വിവരം കൂടിയൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അതിന്മേലാണ് ഇപ്പോൾ മുരാരി ബാബുവിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുരാരി ബാബുവിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ആസ്തി വകകളിന്മേലാണ് ഇപ്പോൾ ചോദ്യം നടക്കുന്നത്. അതായത് ഈ പരിശോധനയിൽ നമുക്കറിയാം 3 സംസ്ഥാനങ്ങളിലായി 31 കേന്ദ്രങ്ങളിലായിരുന്നു അന്ന് പരിശോധന നടന്നത്. അവിടെ നിന്നും പിടിച്ചെടുത്ത രേഖകളിലായിരുന്നു ഇപ്പോൾ രേഖകളിൽ പരിശോധന തുടരുമെന്നുള്ള അന്ന് തന്നെ ഇഡി അറിയിച്ചിരുന്നു. അതിന്മേൽ 12 പേർക്ക് ഇഡി നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ പിടിച്ചെടുത്ത രേഖകളുടെ മേൽ വിശദീകരണം ആവശ്യപ്പെട്ട് 12 പേർക്കായിരുന്നു അന്ന് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു, വിശദീകരണം ആവശ്യപ്പെട്ടിട്ട്. അത് അവർ നേരിട്ടോ അല്ലെങ്കിൽ അവരുടെ അഭിഭാഷകർ മുഖേനയോ വിശദീകരണം നൽകാമെന്നും അന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ മുരാരി ബാബുവിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി ഇഡി നോട്ടീസ് അയച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഹാജരാകാനായിരുന്നു ആവശ്യമെങ്കിലും അത് പറ്റാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ഹാജരാകാമെന്ന് മുരാരി ബാബു അറിയിച്ചത്. എന്തായാലും ഇപ്പോൾ അല്പസമയം മുമ്പ് 10:15 കൂട്ടാണ് അല്ലെങ്കിൽ 10:30 മുരാരി ബാബു ഇത്തരത്തിൽ ഈ ഒരു ഇഡി ഓഫീസിൽ ഹാജരായത്. ഇപ്പോൾ അന്വേഷണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏറെ നിർണായകമായ ഒരു നീക്കത്തിലേക്കാണ് ഇഡി കടക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലുള്ള ഈ പ്രധാന പ്രതികളിൽ ഒരാളാണ് ഈ മുരാരി ബാബു. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ഈ 90 ദിവസം കഴിഞ്ഞ്, അതായത് കസ്റ്റഡിയിലായി 90 ദിവസം കഴിഞ്ഞും SIT കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് മാത്രം സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങിയ മുരാരി ബാബു, അതായത് കേസ് ആദ്യമായി പുറത്തിറങ്ങിയ മുരാരി ബാബുവാണ്. അതിനും പിന്നാലെയാണ് ഇപ്പോൾ ഇഡിയുടെ ഒരു നീക്കം എന്നുള്ളത്. എന്തായാലും ഇഡി ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത് സ്വർണ്ണക്കവർച്ച കേസ് മാത്രമല്ല, ഇവരുടെ സാമ്പത്തിക ഇടപാടും ഒക്കെ തന്നെ ഇഡി പരിശോധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സ്വത്ത് വകകൾ കണ്ടുകെട്ടാനുള്ള ഒരു നീക്കത്തിലേക്കൊക്കെ തന്നെ കടക്കുമെന്നും അറിയിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ പ്രതികളുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടുമെന്നൊരു കാര്യമൊക്കെ ഇഡി അറിയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഇഡിയുടെ ഒരു നിർണായകമായ നീക്കമാണ് ഇപ്പോൾ നടന്നതെന്ന് വേണം കരുതാൻ. എന്തായാലും ഇഡി ഓഫീസിൽ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുകയാണ് ദീപ്തി. ശരി, ശബരിമല സ്വർണ്ണ കവർച്ചയിലാണ് ഇഡിക്ക് മുന്നിൽ മുരാരി ബാബു ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ടാണ് ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു ഹാജരായിരിക്കുന്നത്. ദ്വാരപാലക കട്ടിളപ്പാളി കേസിലാണ് ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുരാരി ബാബുവിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് നീക്കം. രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്.